തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കുന്നു. കുന്നംകുളം തൃശൂർ റൂട്ടിലെ 80-ലധികം ബസ്സുകളിലെ ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ചൂണ്ടൽ മുതൽ കൈപ്പറമ്പ് വരെ മാർച്ചുമായെത്തി റോഡിൽ വാഴ വച്ചാണ് പ്രതിഷേധിച്ചത്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ റൂട്ടിൽ ബസ് ഓടുന്ന സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും എല്ലാം കടുത്ത പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി 80ഓളം ബസ്സുകളിലെ ജീവനക്കാർ ഇന്ന് പണിമുടക്ക് സമരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പണിമുടക്കിന്റെ ഭാഗമായി പരസ്യമായ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടാണ് അവർ ഇന്ന് സമരം നടത്തുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണം, റോഡ് ഗതാഗത യോഗ്യമാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. സമരത്തിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ചേട്ടാ ഈ ഇത്തരമൊരു സമരത്തിലേക്ക്, പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്നു വരുന്നതിന് പിന്നിലുള്ള ഒരു കാരണം? ഒരുപാട് നാളുകളായി ഇപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡിൽ. കാരണം മുൻപ് സമരം നടത്തും എന്ന് തീരുമാനിച്ച ഉടനെ തന്നെ അവർ കളക്ടർ ഓഫീസിലും മറ്റുള്ള ഓഫീസുകളിലും വിളിച്ച് മുതലാളിമാരെ വിളിച്ച് ചർച്ച ചെയ്ത് അതിന് ശേഷം 9-ാം തീയതിക്കുള്ളിൽ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കോറി വേസ്റ്റ് കൊടുന്ന് ഈ കുഴിയിൽ അടച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ കണ്ടുവന്നത്. അതിന് ശേഷം ഈ ബസ് സമയക്രമത്തിനനുസരിച്ച് ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ 5 മിനിറ്റാണ് എല്ലാ ബസ്സുകൾക്കും സമയം. ഈ സമയത്തിന് ഓടിയെത്താത്ത ഒരു സിറ്റുവേഷനാണ് ഈ കുണ്ടും കുഴി ചാടിച്ചിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയാണ് 29 ലക്ഷം രൂപ ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ട് ഉണ്ടായിട്ടും ഈ റോഡ് നിർമ്മാണം പേരിന് മാത്രമാണ് നടന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു പ്രതിഷേധത്തിലോട്ട് വരേണ്ട വരുന്നത്? 10 ദിവസത്തെ ഗ്യാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുഴികളൊക്കെ അടച്ച് സഞ്ചാരയോഗ്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സമരം വെച്ചു. അതും വീണ്ടും പറഞ്ഞു ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ശരിയാക്കണം. ഇതുവരെയായിട്ട് തന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കോറി വേസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് മെറ്റൽ കൊണ്ടിട്ട് ഇവിടെ ഇടുക, അല്ല ഒരു മഴയെ തന്നെ ഇടുക. മഴ പെയ്താൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴും. ഇതൊക്കെ രാത്രിയിലാകുമ്പോൾ ബൈക്കാരൊക്കെ വെറുതെ കെട്ടിപ്പറിഞ്ഞ് വീഴാം ഇതിന്റെ മുകളിൽ കൂടെ വീണിട്ട്. ജീവനക്കാരും ബസ് തൊഴിലാളികളൊന്നും ആദ്യമായിട്ടല്ല ഇത്തരമൊരു പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. ഇല്ല, ഇവരെന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ എത്തുന്നവർക്കല്ല നല്ല ബോധ്യമുണ്ട്. നമ്മൾ അവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിലും നമ്മുടെ സമയം എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കുത്തി കയറിയിട്ട് നമ്മൾ വണ്ടി എത്തിക്കും. അതിന് നമ്മൾ എല്ലാ നാട്ടുകാരും ബസ് ജീവനക്കാരെ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ബസ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യം തികച്ചും ന്യായമാണ്. കാരണം ഈ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ബസ് ജീവനക്കാരാണ്. ഈ ബസിന്റെ തൊഴിലാളികൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരന്തരമായി ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുന്നതാണ്. ഈ പരാതിയെ തുടർന്നൊന്നും അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ പൊതുമരാമത്ത് വകുപ്പോ തുനിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം. ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെടണമെന്നാണ് പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരും ആവശ്യപ്പെടുന്നത്.